അഞ്ഞൂറ്റമ്പത് മിഡിൽ ക്ലാസ് ഫാമിലി ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വെട്ടത്ത് കടവിലാണ് കേട്ടോ. വെട്ടത്ത് കടവിലെ ലേലം കാണാനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നല്ല ലാഭകരമായിട്ട് കായൽ മത്സ്യം കിട്ടുന്ന ഒരു സ്ഥലമാണ് വെട്ടത്ത് കടവ്. ഇതിൻ്റെ വഴിയും ഡീറ്റെയിൽസും ഒക്കെ ഞാനാണെങ്കിൽ വഴിയേ പറയാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി തരാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മത്സ്യത്തൊഴിലാളിയാ ആര് പറഞ്ഞു? മത്സ്യത്തൊഴിലാളിയെ മനസ്സിലാവും അല്ലേ? അതുപോലെ താക്കാൻ എൻ്റെ കൈ ഇത് കുത്തുന്നുണ്ട്. ഒട്ടി ചവിട്ടി വേറെ വെള്ളം വന്ന് തിരിച്ചപ്പോൾ ഉറപ്പിച്ചത് കുഴപ്പമില്ല. അത് എടുക്കും. അതിരാവിലെ മത്സ്യത്തൊഴിലാളികളൊക്കെ കടവിലേക്ക് വന്ന് അവരുടെ മത്സ്യങ്ങളൊക്കെ ഓരോ ഇതായിട്ട് മാറ്റുക കേട്ടോ. ഞണ്ട് വേറെ, കൊഞ്ച് വേറെ, അതേപോലെ തന്നെ അടുത്തുള്ള വേറെ സിലോപ്പിയ വേറെ, കരിമീൻ വേറെ, അങ്ങനെ സെപ്പറേറ്റ് ഓരോന്നാക്കിയും കൂടാതെ മിക്സ് ആക്കിയൊക്കെ ഉണ്ട് ഇവിടെ ലേലം. അപ്പം ലേലത്തിൻ്റെ ടൈം എന്ന് പറയുന്നത് രാവിലെ 7:45 ലേലം തുടങ്ങുകയുള്ളൂ. പക്ഷേ വള്ളക്കാരൊക്കെ അതിരാവിലെ തന്നെ ഇവിടെ എത്തും. നമുക്ക് അതിരാവിലെ വന്നു കഴിഞ്ഞാൽ വള്ളക്കാരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വേണമെങ്കിലും മീൻ മേടിക്കാം. നമുക്ക് ഇവിടത്തേക്ക് എത്തേണ്ട സ്ഥലം ഏതാണെന്നും ഈ ലൊക്കേഷൻ എന്താണെന്നും ഒക്കെ ഞാൻ ഇതിലൂടെ പറയാം. ഇത് വേറെ എവിടെയല്ല, വെട്ടത്ത് കടവ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ എത്തേണ്ടത്, ഇത് ഹരിപ്പാട് നിന്ന് വരുന്നവരാണെങ്കിൽ ഇവിടെ എത്തേണ്ടത് നേരെ ഹരിപ്പാട് കാർത്തികപ്പള്ളി മുതുകുളത്താണ് ഈ വെട്ടത്ത് കടവ് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഹരിപ്പാട് കാർത്തികപ്പള്ളിയിൽ നിന്ന് നേരെ തെക്കോട്ട് വരുമ്പോൾ നേരെ തെക്കോട്ട് വരുമ്പോൾ പാണ്ഡ്രകാവ് അമ്പലത്തിൻ്റെ ജംഗ്ഷൻ, പാണ്ഡ്രകാവ് ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. അവിടുന്ന് നേരെ പടിഞ്ഞാറേക്ക് വരിക. പടിഞ്ഞാറേക്ക് വരുമ്പം ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഉണ്ട്. അവിടെ എത്തിയിരുന്ന ലാസ്റ്റ് റോഡ് തീരുന്ന ഭാഗമാണ് വെട്ടത്ത് കടവ് എന്ന് പറയുന്നത്. ഇവിടെ 7:30 ആകുമ്പോഴേക്കാണ് ലേലം തുടങ്ങുന്നത്. 7:30 7:45 ആവും. 7:30 എന്നാണ് 7:30 ടൈം. 7:30 ആകുമ്പോഴേക്കും ലേലം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഫ്രഷായിട്ടും ഐസ് ഇട്ടതും ഇടാത്തതും ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ഫ്രഷായിട്ടുള്ള മത്സ്യങ്ങൾ മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. ഞങ്ങൾ വന്നപ്പോഴേക്കും തന്നെ വള്ളക്കാരൊക്കെ ഓരോരുത്തർ വന്നിട്ട് വലയിൽ നിന്ന് ഇങ്ങനെ കുടഞ്ഞിടുന്ന സീന നമ്മൾ കണ്ടുകൊണ്ട് ഇറങ്ങി വന്നത്. 200 400
410 410 വരും 400 വരും 440 വരും 440 വരും 440 വരും 440 വരും 3 വരും
500 500 550 590 അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കല്ലേ. ഓക്കെ, ബൈ.